തീർച്ചയായിട്ടും പ്രൊഫഷണലിസം മറ്റേ വാട്സാറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് അവിടെ നടത്തുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവരവരുടെ ഏരിയയിൽ സ്പെഷ്യലിസ്റ്റുകളായിരിക്കണം. ആ സബ്ജക്റ്റ് അവർ എന്തായാലും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അവർ ഏതെല്ലാം ഏരിയ കൈകാര്യം ചെയ്യുന്നു ആ സബ്ജക്റ്റ് നന്നായിട്ട് അറിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും ഒരു പ്രൊഫഷണലൈസ്ഡ് സെറ്റപ്പിൽ നമുക്ക് ഒരു കമ്പനിയോ ബിസിനസ്സോ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ നോക്കേണ്ടതായിരുന്നു, ഞാൻ ഉത്തരവാദിയാണ്, ഞാനും കൂടെ നോക്കിയില്ലല്ലോ എന്നുള്ളൊരു ഒരു തിങ്കിങ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പിന്നെ കമ്പനികളിൽ എവിടെ പോയാലും ഒരു പ്രോബ്ലം വരുമ്പോൾ എല്ലാവരും എന്താ പറയാറ്? ഞാൻ കണ്ടില്ല, ഞാൻ നോക്കിയില്ല, ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മളത് അവെയറാണ് അതിനെപ്പറ്റി. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, ഇങ്ങനൊരു ചലഞ്ച് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്താ നമ്മൾ അവെയറാണ്. നമ്മുടെ അടുത്ത് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ അവെയറാണ്. നമ്മളിൽ നേരെ ഹിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളും കൂടി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യം സോൾവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതാണ് പ്രൊഫഷണലിസത്തിൻ്റെ വേറൊരു വാക്ക്.